എങ്ങനെയുണ്ടായിരുന്നു? കണ്ടുവോ? സിനിമ കണ്ടു. എങ്ങനെയുണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കാണാൻ പറ്റിയപ്പോൾ ഭയങ്കര സന്തോഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഒരുപാട് പേര് വന്ന് ഇപ്പൊ തന്നെ പറഞ്ഞു സിനിമ ഭയങ്കരമായിട്ട് കണക്ട് ആയി, ഇമോഷണൽ ആയിട്ട് എല്ലാവർക്കും. അല്ലെങ്കിൽ സാർ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ജോണർ എല്ലാവർക്കും കണക്ട് ആയി എന്നാണ് തോന്നുന്നത്. ഓക്കെ, ഒരു കോർട്ട് റൂം ഡ്രാമ, ഒരു ഇമോഷണൽ ഡ്രാമ എന്ന് പറയുന്ന ആ ഒരു ടാഗ് ലൈനിൽ എത്രത്തോളം ജനങ്ങൾക്ക് ഇപ്പം ഒരു ഇമോഷൻ സൈഡ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടോ? നമ്മളിതിന് ത്രൂ ഔട്ട് നമ്മളിത് ഇൻവോൾവ് ആയിരുന്നല്ലോ സിനിമയിൽ, ലൈക്ക് ഷൂട്ടിംഗ് സമയത്ത്. അപ്പോൾ നമുക്ക് അന്നേ ഇത് അറിയായിരുന്നു ഈ ആശയം. ഇപ്പൊ നേരിട്ട് ആൾക്കാരോട് ഒരുമിച്ച് കണ്ടപ്പോഴാണ് ലൈക്ക് ഒരുപാട് പേര് വന്ന് പറഞ്ഞു അവർക്കത് ശരിക്കും കണ്ടറിഞ്ഞാണ് ഇറങ്ങിയത്, അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ ശരിക്കും കണക്ട് ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമുക്ക് ലൈക്ക് എന്റെ ഭാഗമായി ശ്രമിക്കുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. ഓക്കെ, ഈ സിനിമയ്ക്ക് ശേഷം ഒരു ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് വരുന്ന ഇരകളുടെ മുഖം മൂടി അഴിക്കുന്ന ഒരു പ്രവണത വരണമെന്ന് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും. ഓക്കെ, സിനിമ മറ്റുള്ള രീതിയിൽ മ്യൂസിക് അങ്ങനെയുള്ള മ്യൂസിക്കലി ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു വർക്കാണ്. ലൈക്ക് വിഷ്ണു ശ്യാം എന്ന് പറഞ്ഞ മ്യൂസിക് ഡയറക്ടറാണ്. അദ്ദേഹം കൂമനിലും അദ്ദേഹമാണ് ചെയ്തത്. ഭയങ്കരമായിട്ട് നമുക്ക് ആ ഒരു സ്പേസിലേക്ക് നമ്മളെ കോടതിയും അല്ലെങ്കിൽ ഈ ഒരു ക്യാരക്ടറിന്റെ ഒരു സ്പേസിലേക്ക് നമ്മളെ കറക്റ്റായിട്ട് ട്രാവൽ ചെയ്യിപ്പിക്കുന്ന രീതിയിലാണ് അദ്ദേഹം അത് ഒരുക്കിയിരിക്കുന്നത്. ഈവൻ ആ സോങ് 2 ദിവസം മുമ്പ് റിലീസ് ചെയ്തിരുന്നു, ഊഹേ എന്ന് പറഞ്ഞിട്ടുള്ളത്. സിനിമയിൽ ഭയങ്കര രസമായിട്ട് അത് പ്ലേസ് ചെയ്തേക്കുന്നത്. തിയേറ്ററിക്കലി നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണം. ലൈക്ക് എനിക്കൊന്നും നല്ലൊരു തിയേറ്ററിൽ എല്ലാവരും പ്രേക്ഷകർ ഇത് കാണുമ്പോഴായിരിക്കും അവർക്ക് അതിൻ്റെ ഒരു ഫീല് കിട്ടുക. അപ്പോൾ ഡയറക്റ്റ്ലി എല്ലാ മലയാളികളും തിയേറ്ററിൽ തന്നെ പോയി സിനിമ കാണണം. ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ പുറത്തിടണം. നമ്മള് മമ്മൂക്കയുടെ ഒരു ആരാധകരോട് എന്താ പറയാനുള്ളത്? ഞാനും മമ്മൂക്കയുടെ ആരാധകരാണ്. അപ്പൊ എല്ലാരും അങ്ങനെയല്ലേ, ഇവിടെ എല്ലാരും ലാൽ സാറിന്റെ മമ്മൂക്കയുടെ ആരാധകരാണ്. അപ്പൊ അങ്ങനെ നമ്മള് വേറെ നല്ല സിനിമേനെ എപ്പോഴും മലയാളികൾ 2 കൈ നീട്ടി സ്വീകരിക്കും. അപ്പൊ അതിപ്പോ ആരുടെ സിനിമയായാലും സിനിമയാണ് ഇവിടെ പ്രധാനം, മലയാള സിനിമയല്ല. രണ്ടും ഒരു വലിയ പില്ലേഴ്സ് ആണല്ലോ മലയാള സിനിമയാണ്. അപ്പോൾ നമ്മളത് അങ്ങനെ എടുത്ത് പറയണം. നല്ല സിനിമയാണെങ്കിൽ മലയാളി പ്രേക്ഷകർ 2 രീതിയിലും ജയിപ്പിക്കാം. അപ്പോൾ ഉറപ്പായിട്ട് എനിക്ക് തോന്നുന്നത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടും.